ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പൂർവ പീഠികയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 10 ശ്ലോകങ്ങൾ കൊണ്ട്, അതായത് വൈശമ്പായന മഹർഷി ജനമേജയനോട് പറയുകയാണ്, യുധിഷ്ഠിരൻ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഭീഷ്മ പിതാമഹൻ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു. ഇതാണ് അപ്പോൾ സഹസ്രനാമം എങ്ങനെ ഉണ്ടായെന്നാണ് ഈ പൂർവ്വപീഠികയിൽ പറയുന്നത്. അപ്പോൾ പൂർവ്വപീഠിക 10 ശ്ലോകം കഴിഞ്ഞു. 10 ശ്ലോകം നമ്മൾ ഉദ്ദേശിക്കുന്നത് കിം ജപന്മുച്യതേ ജന്തു ജന്മസംസാരബന്ധനത്, അവിടം വരെ. കോധർമ്മ സർവധർമാണാം ഭവത പരമോമത, അവിടം വരെയാണ് പഠിച്ചു തീർന്നത് അല്ലേ? യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾ വരെ ചൊല്ലി പഠിച്ചു എന്നാണ്. ചോദ്യം നോക്കട്ടെ. എന്ത് ജപിച്ചാലാണ് മുക്തി നേടുക? ശരിയാ, അവിടം വരെയാണ് ചോദിച്ചത്. അടുത്തത് 10ാമത്തെ ശ്ലോകം. നമ്മളുടെ പുസ്തകങ്ങളിൽ വ്യത്യാസമുണ്ട് കേട്ടോ, നിങ്ങളുടെ നമ്പർ. 10ാമത്തെ ശ്ലോകമാണ് ഞാൻ വായിക്കാൻ പാടും. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 10ാമത്തെ ശ്ലോകം. ഭീഷ്മര് മറുപടി പറയുകയാണ്. അതായത് ഏതു ഭഗവാനെയാണ് ഏറ്റവും ഏകനായ ഭഗവാൻ ആരാണ്? ഏത് ഭഗവാനെയാണ് ലക്ഷ്യം വയ്ക്കേണ്ടത്? അതായത് നമ്മൾ മനുഷ്യന് ശുഭം വരാനായി ഏത് ഭഗവാനെയാണ് പൂജിക്കേണ്ടത്? എന്തുകൊണ്ടാണ് സ്തുതിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അർച്ചിക്കേണ്ടത്? ആരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? എന്നൊക്കെ 6 ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ആ യുധിഷ്ഠിരൻ. അത് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് ഭീഷ്മ പിതാമഹർ ഉത്തരം പറയുകയാണ്, തുടങ്ങുകയാണ്. ഭീഷ്മ ഉവാച. ശ്രീ ഭീഷ്മ ഉവാച. ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സതതോദ്ധിതഃ. ആരെയാണ് ഭജിക്കേണ്ടതെന്നാ ചോദിച്ചത്. അതിൻ്റെ ആദ്യ ആൻസറാണ് ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം. പുരുഷോത്തമനെ, എങ്ങനെയുള്ള പുരുഷോത്തമനെ എന്നാണ്? ജഗത്പ്രഭുവും ദേവദേവം അനന്തം. 3 വിശദീകരണങ്ങൾ കൊണ്ട്, 3 വർണ്ണനകൾ. എന്തൊക്കെയാ? ജഗത്തിൻ്റെ മുഴുവൻ പ്രഭുവായവനും, ദേവദേവൻ, ദേവന്മാരിൽ വെച്ച് ദേവൻ, ദേവന്മാരുടെയൊക്കെ ദേവനും, അനന്തൻ, അതായത് അന്തമില്ലാത്തവൻ, അന്തവും ആദിയുമില്ലാത്തവൻ ആയി അനന്തനും ആയ പുരുഷോത്തമനെ സ്തുവൻ, സ്തുതിക്കുകയും. എങ്ങനെ സ്തുതിക്കണം? നാമസഹസ്രേണ, 1000 നാമങ്ങൾ കൊണ്ട്. അതായത് ഭീഷ്മ പിതാമഹർ വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കാൻ പോണേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ പൂർവ്വപീഠികയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത്. വിഷ്ണു സഹസ്രനാമം തുടങ്ങാൻ ഇനിയും കുറേ സമയമുണ്ട്. അപ്പം വിഷ്ണു സഹസ്രനാമം കൊണ്ട് സ്തുതിക്കുകയും
അർച്ചിക്കുകയൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. സതതഹ ഉദ്ധിത, സതത എപ്പോഴും സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തനം ചെയ്യുന്ന പുരുഷൻ. എന്നിട്ടിവിടെ സർവദുഃഖാധികോ ഭവേതെന്നോ സതതഹ ഉദ്ധിത എന്നോ എടുക്കണം. അപ്പം എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകുന്നു. ആരാണോ ജഗത്പ്രഭുവും ദേവന്മാരിൽ ദേവനും അനന്തനുമായ പുരുഷോത്തമനെ സഹസ്രനാമങ്ങൾ കൊണ്ട് എപ്പോഴും സ്തുതിക്കുന്നത്, അവൻ ഉദ്ധിതനാകും എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കും എന്നർത്ഥം, മോചിപ്പിക്കപ്പെടുന്നു എന്നർത്ഥം. ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷ സതതോധിത. ജഗത്തിൻ്റെ എല്ലാം നാഥനും ദേവന്മാർക്കെല്ലാം ഉപരിയായ ഈശനും, ദേവന്മാരെ എല്ലാം ഭരിക്കുന്നവനാണ് ഭഗവാൻ. ആദ്യന്തവിഹീനനും ആദിയും അന്തവുമില്ലാത്തവനുമായ പുരുഷോത്തമനെ കീർത്തനം ചെയ്യുന്നതിൽ എപ്പോഴും സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തിക്കുന്ന പുരുഷൻ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്ന ഭീഷ്മ പിതാമഹർ പറയാണ്. അപ്പോൾ ഇവിടെ സർവദുഃഖാധികോ ഭവേതെന്ന് 3 ശ്ലോകങ്ങളിലും എടുക്കണം നമ്മൾ. ആദ്യത്തെ ശ്ലോകത്തിലും നമ്മൾ അങ്ങനെ എടുക്കണം. അപ്പം പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികർത്താവും ഭഗവാൻ തന്നെയാണ്, സ്ഥിതിയുടെ കർത്താവും ഭഗവാൻ തന്നെയാണ്, സംഹാരമൂർത്തിയും ഭഗവാൻ തന്നെയാണ്, എല്ലാത്തിൻ്റെയും പ്രഭുവാണ് ഭഗവാൻ. അതുകൊണ്ട് എപ്പോഴും ഈ ലോകത്തിൽ പുതിയ പുതിയ പാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ചിലതൊക്കെ നശിച്ചു കൊണ്ടിരിക്കും, ചിലത് വലുതായിക്കൊണ്ടിരിക്കും, ചിലത് ചെറുതായി പോകും. പരബ്രഹ്മം അതിൻ്റെ എല്ലാം പ്രഭുവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം പരബ്രഹ്മം അതിൻ്റെ പ്രഭു ആയതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രന്മാർ ചിലതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. പുരാതന തത്വം ഇപ്പം ഋഷിമാർ, നമ്മുടെ പൂർവികർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇപ്പം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഭീഷ്മ പിതാമഹൻ്റെ കാലത്ത് ആ ഋഷിമാർ ഇതൊക്കെ എഴുതി വെച്ചിരുന്നു. ഭീഷ്മ പിതാമഹൻ അറിയാമായിരുന്നു ആരെ ഭഗവാൻ ജഗത് പ്രഭു ആണ്. അതുകൊണ്ടാണ് ഇവിടെ ജഗത് പ്രഭു എന്ന് പറഞ്ഞത്. അപ്പം ബ്രഹ്മാദി ദേവന്മാർക്കും ബ്രഹ്മാവുണ്ടാകാനും കാരണം ഭഗവാൻ തന്നെയാണ്. എല്ലാ ദേവന്മാരും ബ്രഹ്മാവിനെ ആദ്യം സൃഷ്ടിച്ചു, ബ്രഹ്മാവ് പിന്നെ രുദ്രനെ സൃഷ്ടിച്ചു. അതിൽ നിന്നൊക്കെ നല്ല പ്രജകൾ ഉണ്ടായില്ല. അതിൽ ബ്രഹ്മാവ് ദുഃഖിച്ചിട്ട് മഹാവിഷ്ണുവിനെ വീണ്ടും ധ്യാനിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ഇതുകൊണ്ട് പ്രജാപതികളൊക്കെ ഉണ്ടായി. നാരദൻ, സനൽകുമാരന്മാരെല്ലാം ഉണ്ടായി ബ്രഹ്മാവിന്. അവരിൽ നിന്ന് പ്രജകളുണ്ടായി, പ്രജാപതികളായി. അങ്ങനെ ദേവന്മാരെല്ലാം ഉണ്ടാകുന്നതിന് കാരണം ഭഗവാൻ തന്നെയാണ്. പക്ഷേ അവർക്കൊക്കെ ഓരോ ജോലികൾ കൊടുത്ത് അവരെ കൊണ്ടെല്ലാം ജോലി ചെയ്യിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. ബ്രഹ്മാവ് പോലും ഭഗവാനെ ഭയന്നിട്ടാണ് തൻ്റെ ജോലികൾ കൃത്യമായി ചെയ്യുന്നത്. അപ്പം ഏതൊരുവരാണോ ഭഗവാനെ ഭയന്ന് തങ്ങളുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ആ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ മറന്നിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഭഗവാനെ പേടിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഭൂതാദിയും കാലസ്വരൂപനും കാലത്തിൻ്റെ നിയന്താവുമായതുകൊണ്ട് ആദ്യന്തവിഹീനനാണ് എന്ന് പറഞ്ഞാൽ ആദിയും അന്തവുമില്ലാത്തവൻ. കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനാലും മഹാവിഷ്ണു ദേവൻ തന്നെ. അപ്പം കാലത്തിൻ്റെ നിയന്താവും ആദ്യന്തവിഹീനനുമാണ് പരമാത്മാവ്. അതിനാൽ അനന്തം എന്നും പറയുന്നു, ഭഗവാനെ അനന്തൻ എന്നും പറയുന്നു. നീ ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ യസ്മാക്ഷരമതീതോഹം അക്ഷരാദവിജോത്തമ അതോസ്മി ലോകേ വേദേച പ്രതിത പുരുഷോത്തമ എന്ന് പറഞ്ഞിരിക്കുന്നു. യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദവിജോത്തമ. ഞാൻ ക്ഷരനുമാണ് അക്ഷരനുമാണ്. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, അക്ഷരം നശിക്കാത്തത്. ഞാൻ ക്ഷരമായവയെ എല്ലാം അതിക്രമിച്ചവനാണ്, മാത്രമല്ല അക്ഷരങ്ങളെയും അതിക്രമിച്ചവനാണ്. ശാശ്വതമായി ഇരിക്കുന്നത് കൊണ്ട് എന്നെ പുരുഷോത്തമൻ എന്ന് പറയുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറയുവാൻ പോകുന്ന സഹസ്രനാമം കൊണ്ട്
വേണ്ട രീതിയിൽ, അതായത് യുക്തമായി സ്തുതിച്ചാൽ മനുഷ്യർ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനാകുന്നു എന്ന് ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം, തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷം അവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. തം യവ അവനെ തന്നെ, ച അർച്ചയൻ അവനെ തന്നെ അർച്ചിക്കുകയും, നിത്യം എന്ന് പറഞ്ഞാൽ ദിവസവും, ഭക്തിയ ചുമ്മാ അർച്ചിച്ചാൽ മതിയോ, ഭക്തിയോടുകൂടി, പുരുഷം അവ്യയം അവ്യയനായ പുരുഷനെ നിത്യവും ഭക്തിയോടുകൂടി സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുക. ധ്യായൻ സ്തുവൻ നമസ്യം, ധ്യാനിക്കുകയും സ്തുവൻ സ്തുതിക്കുകയും നമസ്യം നമസ്കരിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായിത്തീരും? അങ്ങനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് സ്തുതിച്ച് നമസ്കരിക്കുന്ന ഒരുവന് എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകും. അവനെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാക്കുന്നു എന്നർത്ഥം. അപ്പോൾ അവ്യയനായ പുരുഷനെ നിത്യവും പൂജിക്കുകയും ഭക്തിയോടുകൂടി ധ്യാനിക്കുകയും സഹസ്രനാമം കൊണ്ട് സ്തുതിക്കുക. സഹസ്രനാമം തുടങ്ങിയിട്ടില്ല നമ്മൾ, അത് പറഞ്ഞു തരുവാണ്. അത് പഠിച്ചു കഴിയുമ്പോൾ അതുകൊണ്ട് സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലമായി പുരുഷൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനായി തീരും. അർച്ചയൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ നമ്മളെ തന്നെ അർച്ചിക്കുകയും പിന്നെ ബാഹ്യമായിട്ടെന്ന് പറഞ്ഞാൽ പൂക്കളെ കൊണ്ട് അർച്ചിക്കുകയും ചെയ്താൽ, ഓരോ നാമത്തിനും ഓരോ പൂക്കളിട്ട് അർച്ചിക്കുകയും ചെയ്താൽ ആന്തരികവും ബാഹ്യവുമായ അർച്ചന, പടം, ബിംബം എന്നിവയിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ദീപം കൊളുത്തി വെച്ച്, ദീപം എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗം ബ്രഹ്മാവും ആ തണ്ട് വിഷ്ണുവും മേളത്തെ ഭാഗം ശിവനും കത്തുന്ന തീനാളം ആദിപരാശക്തിയുമാണ്. അപ്പോൾ അതിലെല്ലാവരുമുണ്ട്. അപ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഷോഡശോപചാരം അല്ലെ പഞ്ചോപചാരം 5 വസ്തുക്കളെ കൊണ്ടോ 16 വസ്തുക്കളെ കൊണ്ടോ, ഷോഡശം എന്ന് പറഞ്ഞാൽ 16 ഉപചാര പൂജകൾ, എന്തൊക്കെ സാധനങ്ങൾ, അതാണ് 16 ഇതുകൊണ്ട് ഷോഡശോപചാര പൂജകൾ നൽകി സഹസ്രനാമം കൊണ്ട് അർച്ചിച്ചാൽ, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിച്ചാലും ഭഗവാൻ തൃപ്തനാകും. അപ്പോൾ അവ്യനായ പുരുഷൻ എന്നാൽ യാതൊരു വ്യയവും വ്യത്യാസവുമില്ലാതെ ശാശ്വതനായിരിക്കുന്ന, ച്യുതിയില്ലാതെ ഇരിക്കുന്നവൻ. ച്യുതി എന്ന് പറഞ്ഞാൽ കുറവുകളൊന്നുമില്ല, ഒരു കുറവും ഭഗവാനില്ല, പോരായ്മയൊന്നുമില്ലാത്തവൻ. അപ്പം ജനനമുള്ളവയ്ക്കെല്ലാം തേയ്മാനവും വളർച്ചയും നാശവും എല്ലാം ഉണ്ട്, പക്ഷേ പരിണാമമൊക്കെ ഉണ്ട്. പക്ഷേ ഭഗവാനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് അവ്യയൻ എന്ന് പറഞ്ഞത്. അപ്പം അവ്യയനായ ദേവനെ ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും എന്നുണ്ട്. മാനസികം, വാചികം, കായികം, മനസ്സാ വാചാ കർമ്മണ കൊണ്ട് പൂജകളെ ചെയ്താൽ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇത് ചുരുക്കമായിട്ട് ഒന്നും കൂടി അർത്ഥം നോക്കാം. ജഗത്പ്രഭും ദേവദേവം അനന്തം. അപ്പോൾ ചൊല്ലുമ്പോൾ നമ്മൾ ഭീഷ്മ ഉവാച, ഇവിടെ ഇത് പറയുന്ന ആരാണ്? ഭീഷ്മ പിതാമഹനാണ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ശ്രീ ഭീഷ്മ ഉവാച എന്ന് പറഞ്ഞിട്ട് ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷ സതതോധിതഃ. മറുപടിയായി ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ലോകനാഥനും ദേവന്മാർക്കെല്ലാം ദേവനുമായ പുരുഷോത്തമനെ സഹസ്രനാമങ്ങളാൽ സ്തുതിക്കുക. മനുഷ്യൻ സകല പാപങ്ങളിൽ നിന്നും മോചിതനാകും. രണ്ടാമത്തെ ശ്ലോകത്തിൽ തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷം അവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. ഇവിടെ തം യവ ചാർച്ചയൻ നിത്യം പുരുഷം അവ്യയം എല്ലാം പിരിച്ച് പറഞ്ഞിട്ട് വേണം വായിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ വായിക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല. നമസ്യം ച യജമാനം തം യവ
യജമാനസ്തമേവ, യജമാനം തം ഏവ. എപ്പോഴും പറഞ്ഞു തരുന്നത് കൊണ്ട് നിങ്ങൾക്കിപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഓരോ കാര്യവും പറയുമ്പോൾ പിരിച്ച് പറഞ്ഞു തന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ ആ പുരുഷോത്തമൻ അവ്യയനാണ്. അദ്ദേഹത്തെ നിത്യവും ഭക്തിയോടെ അർച്ചിക്കുകയും ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ എല്ലാ ദുഃഖങ്ങളും മാറി ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകുന്നു എന്ന് സാരം. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. 4ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ കഴിഞ്ഞത്. ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതെടുക്കാം.